ഇന്ന് നമുക്കൊരു റാസ് കൂടാൻ പോകാവേ. വൈകുന്നേരം റാസ് വരുന്ന കാരണം നേരത്തെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുവാ കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ പള്ളിയാണ് കേട്ടോ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി. ഞങ്ങൾ വെള്ളിക്കുട്ടപ്പള്ളി എന്ന് വിളിക്കുകയെ. അവിടുത്തെ മായൽത്തോ പെരുന്നാളാണിന്ന്. അത് മാത്രമല്ല ഇത് 93ാമത്തെ പെരുന്നാളും കൂടിയാണ് കേട്ടോ. 5:30 ആകുമ്പോഴത്തേക്കിനും കൊച്ചുമറ്റത്തെ ചാപ്പലിൽ ഒരു സന്ധ്യാ നമസ്കാരം കാണുവേ. അത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ പ്രദക്ഷിണം അവിടുന്ന് ഇറങ്ങുന്നത്. അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദേ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാരണം തന്നെ എല്ലാവരും വീടടച്ച് ഈ റാസ കാണാനായിട്ട് വഴിയിലൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ഒരു ബലൂൺ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന പകുതി ബലൂണും ഞങ്ങളുടെ പിള്ളേർ സെറ്റെല്ലാം വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പന്മാരും അച്ഛന്മാരും എല്ലാം കൂടി നിൽക്കുവാണ് അത് വാങ്ങിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചാപ്പലിൽ നിന്ന് റാസ ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു വെടിക്കെട്ട് കാണുവേ. അതാണ് കേട്ടോ അവിടെ നിന്ന് റാസ ഇറങ്ങി എന്നുള്ള സൂചന. പിന്നെ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് റെഡിയായിട്ട് നിൽപ്പുണ്ടാവുവേ. റാസയൊക്കെ വന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മെമ്പറിൻ്റെ വക നാരങ്ങ വെള്ളമൊക്കെ അവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ നാട്ടിലുള്ള പകുതി പേരും ഈ ഒരു ഇടവകയാണ് കേട്ടോ. ബാക്കിയുള്ളവർ പുമ്മറ്റവും കീച്ചാൽ ഇടവകയൊക്കെയാണ്. ഈ പള്ളികൾ തമ്മിൽ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. കീച്ചാലും വെള്ളിക്കുട്ടവും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. പിള്ളേർ സെക്ഷനൊക്കെ ഈ റാസ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ആ ബലൂണും കൂടെ കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തെളിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു റാസ വന്നപ്പം. ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ചേട്ടന്മാരുടെയൊക്കെ പിള്ളേർ സെറ്റാണ് കേട്ടോ ഇപ്പം ഈ ഓടി നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതിൽ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പള്ളിയിലെ റാസ. അങ്ങനെ ദേ ചെണ്ടമേളവും ബാൻഡ് സെറ്റും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് ഈ വർഷത്തെ റാസ് അവസാനിച്ചു കേട്ടോ. അവസാനം അച്ഛൻ ഞങ്ങൾക്ക് ആശീർവാദവും തന്നിട്ടാണ് പോയത്. ഇനി നാളെയാണ് പള്ളിയിലെ പെരുന്നാൾ. എനിക്കെൻ്റെ നാടിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റാസയായാലും ആറാട്ടായാലും ഇതുപോലെ ഈ വഴിയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകും അത് കാണാനായിട്ട്.